ഹായ് ഓൾ, വെൽക്കം ടു സ്പാർട്ടൻസ്. നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഫീനോൾസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയും നമ്മൾ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സും പഠിക്കുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ പറയുന്നത് ഫീനോളിന്റെ പ്രിപ്പറേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് ഫീനോൾ എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ബെൻസീൻ റിങ്ങിനകത്ത് OH ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്ന ഈ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീനോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഫീനോളിന്റെ പ്രിപ്പറേഷൻ ആണ്. ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്രം ഹാലോ അരീൻസ് ആണ്. ആണ് നമ്മൾ ആദ്യത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഹാലജൻ ഉള്ള അരീൻസ്, അതായത് നമ്മുടെ ബെൻസീൻ റിങ്ങിൽ ഹാലജൻ വരുന്നു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലോറോ ബെൻസീൻ ആണ്. ഈ ഒരു ക്ലോറോ ബെൻസീനിലേക്ക് ഞാൻ NaOH ആഡ് ചെയ്യാണ്. NaOH ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് 623 കെൽവിൻ ടെമ്പറേച്ചറിലും 300 ATM പ്രഷറിലുമാണ്. ഈ ടെമ്പറേച്ചറും പ്രഷറും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കിട്ടുന്നത് സോഡിയം ഫീനോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് ആദ്യം കിട്ടുക. ഇതിനെ നമ്മൾ പിന്നീട് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ഫീനോളിനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ മെത്തേഡിന് ഒരു പേര് പറയും. ഈ ഒരു സിന്തസിസിന് നമ്മൾ പറയുന്ന പേരാണ് ഡൗസ് പ്രോസസ്. അപ്പോൾ പേര് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡൗസ് പ്രോസസ് എന്തിന്റെ പ്രിപ്പറേഷൻ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം അത് ഫീനോളിന്റെ പ്രിപ്പറേഷൻ ആണെന്ന്. അപ്പൊ എന്തിൽ നിന്നാണ് നമ്മൾ ഫീനോളിനെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്? ക്ലോറോ ബെൻസീനെ നമ്മൾ NaOH ട്രീറ്റ് ചെയ്യാണ് അറ്റ് 623 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 300 ATM പ്രഷർ. നമുക്ക് ആദ്യം സോഡിയം ഫീനോക്സൈഡ് കിട്ടും, പിന്നീട് അതിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫീനോളിനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രം ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ബെൻസീനെയാണ് ഫസ്റ്റ് എടുക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഒലിയം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒലിയം എന്ന് പറയുന്നത് എന്താണ്? H2S2O7 നമ്മൾ ഒലിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം കിട്ടുന്നത്? നമ്മുടെ ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ് ആദ്യം കിട്ടുന്നത്. ഇതിനെ നമ്മൾ NaOHും അതിനുശേഷം ഹൈഡ്രോളിസിസും നടത്തുന്ന സമയത്ത്, അപ്പോൾ ബെൻസീൻ സൾഫോണിക് ആസിഡിനെ ആദ്യം NaOHുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് വി വിൽ ഗെറ്റ് ഫീനോൾ ആസ് ദ പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ബെൻസീൻ സൾഫോണിക് ആസിഡിനെയും നമ്മൾ NaOHും H+ഉമായിട്ട് ട്രീറ്റ് ചെയ്യുക. അതായത് NaOH കൊടുത്ത ശേഷം പിന്നീട് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും? ഫീനോൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രം ഡയസോണിയം സോൾട്ട് ആണ്. ഡയസോണിയം സോൾട്ടിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് ഫീനോളിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഫ്രം ഡയസോണിയം സോൾട്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡയസോണിയം സോൾട്ടിനെ പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ ആദ്യം എന്തെടുക്കും? അനിലീൻ എടുക്കും അല്ലെ? അനിലീൻ എടുത്തിട്ട് ഇതിനെ നമ്മൾ NaNO2ഉം HClഉം കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ നൈട്രസ് ആസിഡ് കൊടുക്കുന്നു, HNO2 കൊടുക്കുന്നു. അങ്ങനെയും നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം എന്താണ് കിട്ടുന്നത്? ഈ ഒരു NH2 എന്തായിട്ട് മാറും? ഡയസോണിയം സോൾട്ട് ആയിട്ട് മാറും അല്ലെ? N2+Cl- ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ഡയസോണിയം സോൾട്ട്. ഇതിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടറുമായിട്ട് ഇതിനെ ഒന്ന് വാം ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു ഡയസോണിയം സോൾട്ടിനെ എന്താക്കി കൺവേർട്ട് ചെയ്യാം? ഫീനോൾ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഡയസോണിയം സോൾട്ടിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഫീനോളിനെ പ്രിപ്പയർ ചെയ്യാം? ഡയസോണിയം സോൾട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടറുമായിട്ടൊന്ന് ഹീറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഫീനോളിന് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നാലാമത് നമ്മൾ പറയുന്ന മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഫ്രം ക്യുമീൻ. ക്യുമീനകത്തു നിന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പൊ ക്യുമീൻ എന്ന് വെച്ചാൽ എന്താണ്? ക്യുമീൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ബെൻസീനകത്ത് ഇങ്ങനെ ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് വരുന്നു. ഇതാണ് നമ്മുടെ ക്യുമീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്യുമീനെ നമ്മൾ ആദ്യം എടുത്തിട്ട് ഓക്സിജനുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണെന്നറിയോ? ഈ രണ്ട് CH3 ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഒരു ഹൈഡ്രജൻ നിപ്പുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് ഈ ഓക്സിജൻ വന്ന് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കിട്ടിയ സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ്. ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഇതിന് പിന്നീട് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തും.
ഇതിന് ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുമായിരിക്കും? നമ്മുടെ ഫീനോളിനെ കിട്ടും. ഫീനോളിനെ മാത്രമല്ല ഇവിടെ കിട്ടുന്നത്, നമുക്ക് വേറൊരാളെ കൂടെ കിട്ടും. അതാണ് നമ്മുടെ അസറ്റോൺ. അസറ്റോണിനെ കൂടെ നമുക്ക് ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആരെ കിട്ടുന്നുണ്ട്? നമ്മുടെ അസറ്റോൺ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് അല്ലേ അസറ്റോൺ. അസറ്റോണിനെ കൂടെ ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള റീസൺ. അപ്പൊ മൊത്തം നമ്മൾ 4 മെത്തേഡ്സ് ആണ് ഫീനോളിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പഠിച്ചത് അല്ലെ. ഏതൊക്കെയാണ് 4 മെത്തേഡ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോറോ ബെൻസീൻ എടുത്തു. ക്ലോറോ ബെൻസീനെ NaOH ട്രീറ്റ് ചെയ്തു. ടെമ്പറേച്ചർ 623 കെൽവിൻ ആണ്. നമുക്ക് സോഡിയം ഫീനോക്സൈഡ് കിട്ടി. അതിന് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഫീനോൾ കിട്ടുന്നു. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡോസ് പ്രോസസ്. രണ്ടാമത്തെ മെത്തേഡ് ഫ്രം ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ്. ആദ്യം ബെൻസീൻ എടുത്തു, ഒലിയവുമായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ബെൻസീൻ സൾഫോണിക് ആസിഡിനെ ഉണ്ടാക്കി. അതിനുശേഷം അതിനെ NaOH പിന്നീട് ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫീനോളിനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. അടുത്ത മൂന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണ്? ഡയസോണിയം സോൾട്ടിനെ പ്രിപ്പയർ ചെയ്യുക അല്ലെ. ആദ്യം ഡയസോണിയം സോൾട്ടിനെ പ്രിപ്പയർ ചെയ്യാൻ അനിലീൻ എടുത്തു, NaNO2 HCl കൊടുത്തു, ഡയസോണിയം സോൾട്ട് കിട്ടി. അതിനെ നമ്മൾ വാട്ടറുമായിട്ട് ജസ്റ്റ് ഒന്ന് വാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഫീനോളിനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നാലാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മുടെ ക്യുമീനകത്തുനിന്ന് ആരെ പ്രിപ്പയർ ചെയ്യുന്നു? നമ്മുടെ ഫീനോളിനെ പ്രിപ്പയർ ചെയ്യുന്നു. ആദ്യം ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് കിട്ടും. അതിനുശേഷം ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഫീനോളും കിട്ടും, അസറ്റോൺ ബൈ പ്രോഡക്റ്റ് ആയിട്ടും കിട്ടും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫീനോളിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ്.